ഹലോ ഫ്രണ്ട്സ്, റഷ്യയിൽ എങ്ങനെ വെള്ളം നിറക്കാൻ പോലെ നിങ്ങൾ കണ്ടോ? പോയൊക്കെ വെള്ളം നിറക്കാൻ വേണ്ടി തോനെ ദൂരത്തേക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട് ഞാൻ ആകെ 2 പാൻറ്റും അതേപോലെ 2 കോട്ടും ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളിൽ ഷർട്ടാണ് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ നേരെ ഷോക്സ് ഇടുക, ഷൂ ഇടുക, ഗ്ലൗസ് ഇല്ലാതെ പുറത്ത് നിൽക്കുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ ഞാൻ കാട് മുട്ടി കൊടുത്താണ് നേരെ പുറത്തിറങ്ങി. വാതിൽക്കൽ തന്നെ ഫുള്ള് മഞ്ഞോട് പറഞ്ഞേക്കാം. അപ്പോൾ അവൻ സെക്യൂരിറ്റി ഒറ്റയ്ക്ക് ക്ലീൻ ആക്കി കൊണ്ടിരിക്കുക. എന്തൊരു മഞ്ഞാൽ ഇങ്ങനെയുണ്ട് മഞ്ഞ്. റോഡിലെ മഞ്ഞാണ് ഒക്കെ പാടെ സൈഡ് കൂടെ കൂട്ടിക്കുക. എന്തായാലും ഈ വെളിച്ചം കണ്ട് ആരെയും പറയത് രാത്രിയാന്നുള്ളത്. ഞാൻ പിന്നെ തടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് കമ്പിൻ്റെ ഉള്ളിൽ കൂടി സിമ്പിളായി പോകും. നല്ല ഫ്രഷ് മഞ്ഞാട്ട് ഇവിടെ ചാടി കിടക്കണുള്ളത്. അതുകൊണ്ടാണ് കാലിട്ട പോത്തിനടിക്കാൻ അങ്ങോട്ട് പോയത്. ഇല്ലാനാ കട്ട പിടിച്ച് കിടക്കണ്ടാവും ഇവിടെ. തണുപ്പ് രസമൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പൊ തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് 3 കൂട്ടിട്ട് പോന്നാൽ മതി ഇപ്പൊ തോന്നുന്നുണ്ട്. സഹിക്കാൻ പറ്റാത്ത തണുപ്പുള്ളത്. ഈ കാണുന്നതാണ് നമ്മളെ വെള്ളം നിറക്കാനുള്ള സ്ഥലം. തണുപ്പിന്റെ ഊക്കൊണ്ട് തന്നെ തോന്നുന്നുണ്ട് കുപ്പിയങ്ങാണ്ട് നെളിങ്ങനെ. ഈ മെഷീൻ എങ്ങനെ ഉപയോഗിക്കാന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തൂല. അപ്പോഴാണ് അവിടെ ഒരാൾ വെള്ളം നിറക്കാൻ വന്നത്. അയാൾക്ക് ഇന്റെ കുപ്പി എടുത്താണ്ട് വെള്ളം നിറക്കാൻ വന്നപ്പോൾ മെഷീനും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഒരു ഗ്ലൗസ് ഊരിയത് കൈയാകെ തണുത്തില്ലാതായിരുന്നു. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആകെ ലോക്കാണ്. നമുക്ക് ആരും ചോദിച്ചോക്കാം. അങ്ങനെ നമ്മൾ വൈക്കൂടെ പോകുന്ന ഒരു റഷ്യക്കാരനെ ഞാൻ വിളിച്ചെടുത്താണ്ട് അയാളോട് ചോദിച്ചു. അയാൾക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നോക്കി. പക്ഷേ ഇവിടെ മെഷീൻ വർക്ക് ചെയ്യണ്ടേ. എന്റെ കൈയാണ് ഏകദേശം മരവിച്ചില്ലാതായിക്കണം. വേദന കടിച്ച് പിടിച്ചിക്കാണ് ഞാൻ. പിന്നെ ഒന്നും നോക്കില്ല, എടുത്തുള്ള കടയൊക്കെ ഓടി കയറി. കൈയാകെ തണുത്തില്ലാതായിക്കൊണ്ട് മൂത്ത് തൊട്ടിട്ട് പോലും ഞാൻ അറിയണില്ല. സാധനം വാങ്ങാൻ പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധനം വാങ്ങണവരുമാരി ഉള്ളു കൂടെ ഇങ്ങനെ നടന്ന് 139 രൂപ. അതുകൊണ്ടാണ് ഞാൻ ഈ 5 ലിറ്റർ അപ്പുറത്ത് പോയി 30 രൂപയിൽ നടക്കുന്നത്. പിന്നെ ഏതായാലും കയറിയല്ലേ വിചാരിച്ചാണ്ട് ഒരു മുട്ടായി അങ്ങോട്ട് എടുത്തു. കാണുന്ന മെഷീന് സെൽഫ് പേ ചെയ്യാൻ പറ്റണം കേട്ടോ. കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കാതെ ഇവിടെ തന്നെ പൈസ എടുത്ത് പോവാം. പിന്നെ ഞാൻ നേരെ വെള്ളം നിറക്കാൻ പോയി. പഠിച്ചോനെ തോഫിക്കൊണ്ട് ഇപ്രാവശ്യം റെഡിയായി. ഒരു കുപ്പി വെള്ളം കിട്ടി. അടുത്ത കുപ്പി നിറക്കാൻ നേരത്തെ പിന്നെയും വർക്ക് ചെയ്യുന്നത്. തണുപ്പ് കാരണം വേദന സഹിക്കാൻ പറ്റാണ്ട് ഞാൻ പിന്നെ ആ കടയ്ക്ക് ഓടി കയറി. ഈ വേദനന്റെ ഇടയിലും വീഡിയോ എടുക്കണം എന്തിനാന്ന് വെച്ചാൽ റഷ്യയിലെ കാഴ്ച മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇതിന്റെ ബാക്കിയും കൂടി ഇന്നെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരോടും പക്കാ.